ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പറമ്പിലത്തെ കുറച്ച് കുരുമുളക് കൃഷിയാണ്. അതിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് തെക്കൻ കുരുമുളക്. അത് ഈ മുന്തിരിക്കുല പോലെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം പറിച്ച് കാണിക്കാം. ഇതേ കണ്ടോ, ഇതേപോലെ ഇനി ഒത്തിരി ഉണ്ട് ഇവിടേക്ക്. നമുക്കങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റിലാണ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇത് സാദാ കുരുമുളകാണ്. നമ്മുടെ എപ്പോഴും നാട്ടിലുള്ള എല്ലാ സാദാ കുരുമുളകില്ലേ, അതേപോലത്തെ കുരുമുളകാണിത്. ഇതും അതേപോലെ ഒത്തിരി കുരുമുളകുണ്ട് ഇവിടെ. അതെ, ഇതൊക്കെ ഇനി പറിക്കാറാകുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇനി അടുത്ത ദിവസമായിട്ട് പറിക്കുന്നതാണ്. ഇവിടെ ഏലമുണ്ട്. ഇതിനകത്ത് ആകുന്നതേ ഉള്ളൂ, പൂവൊന്നും വന്നിട്ടില്ല. ഇവിടെ കുരുമുളകായി വരുന്നതേ ഉള്ളൂ. പലതരം കുരുമുളകുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതൊക്കെ ഓരോരോ തരത്തിലുള്ള കുരുമുളകുകളാണ്. അപ്പം നമുക്ക് ബാക്കിയൊക്കെ അങ്ങോട്ട് പോവാം. അപ്പം അവിടെ ഒത്തിരി കാഴ്ചകളാണ്. ഇവിടെ പിന്നെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമൊക്കെ ഉണ്ട്. അതിൻ്റെ സീസൺ അല്ലേ ഇപ്പം സ്റ്റാർ ഫ്രൂട്ടിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ഇല്ലാത്തത്. സ്റ്റാർ ഫ്രൂട്ട് വരുമ്പോഴത്തേ ഞങ്ങളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇവിടേക്കും കൂടെ പലതരം കുരുമുളകുണ്ട്. ഇതൊക്കെ ഓരോ വെറൈറ്റി കുരുമുളകുകളാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ചെടിയുണ്ട്. ഇത് ജാതിയാണെന്ന് തോന്നുന്നു. ഇത് ജാതിയാണ്. അപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഒത്തിരി കുരുമുളകുകളുണ്ട്. ഇങ്ങോട്ടും പലതരം കുരുമുളകുകളുണ്ട്. പിന്നെ ഇത് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെയാണ്. പിന്നെ ഇവിടെ കുരുമുളക് ബഡ് ചെയ്തിട്ട് കിളുക്കാൻ വേണ്ടി വച്ചേക്കുകയാണ്. പിന്നെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ വിലത് ഞങ്ങൾ കാണിച്ചു തരാം. അത് നടുക്കായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇത് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ വലിയ തൈയാണ്. അപ്പോഴത്തേക്കും ഇതിൻ്റെ സീസൺ ആയിട്ടില്ല. അപ്പം ഇവിടെ പലതരം ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുമ്പിൽ കൂടുതലായിട്ട് കുരുമുളകാണുള്ളത്. ഇവിടെ പലതരം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. റംബൂട്ടാൻ, മിറാക്കൽ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിള്, അതുപോലെ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ ഓരോ സീസണിലേ കായ്ക്കത്തുള്ളൂ. ആ സീസണിലൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓരോരോ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം. പിന്നെ അങ്ങോട്ടാണ് റംബൂട്ടാൻ്റെ ഒക്കെ മരം. എന്താണ്ട് ആ ചെറിയതായിട്ട് കാണുന്നതാണ് റംബൂട്ടാൻ്റെത്. പിന്നെ അവിടെ ചെറിയ മാവുണ്ട്. അതിനിടയ്ക്ക് പൈനാപ്പിളൊക്കെ നിൽപ്പുണ്ട്. ഇത് ബഡ് ചെയ്ത മാവാണ്. ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന മാവില്ലേ, ആ മാവാണ്. പിന്നെ ഇവിടെ പൈനാപ്പിളിൻ്റെ ഉണ്ട്. അതുണ്ടായി വരുന്നതേ ഉള്ളൂ. അത് വലുതാകണം ഇനിയും. പിന്നെ വാഴയൊക്കെ നിൽപ്പുണ്ട്. അങ്ങോട്ട് ചെറിയ. പിന്നെ ഇവിടെ ഒരു വാഴ കുലച്ച് നിൽപ്പുണ്ട്. ഇതാണ് സുന്ദരി വാഴ. സുന്ദരിപ്പഴം ഉണ്ട്. അതാണ് നിൽക്കുന്നത്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഇത് ഇപ്പം ആയിട്ടില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് പഴം ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ പറിക്കുന്ന രീതി ഞങ്ങൾ പറഞ്ഞുതരാം. നമ്മളിവിടെ ഈ കൊമ്പൊടിഞ്ഞു പോയാൽ പിന്നെ അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചേ എടുക്കാവുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ ഇവിടെ നിന്ന് ഒടിച്ചെടുക്കണം.
അപ്പോൾ നമ്മൾ ഇത്തരം ബാക്കി അവിടെ പറിച്ചു വെച്ചൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇത് ഞങ്ങളിന്ന് പറമ്പിൽ നിന്ന് പറിച്ച കുരുമുളകാണ്. അപ്പോൾ ഇവിടെ ഇവള് അടർത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് തെക്കൻ കുരുമുളകാണ്. ഇത് ഞങ്ങൾ ഉണക്കിയതാണ്. ഞങ്ങൾക്ക് ഒരു വർഷം 8-9 കിലോ കുരുമുളക് കിട്ടാറുണ്ട്. ഇത് ഞങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കും. യു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.